കണ്ണൂർ ജയിൽ ചാടിയ ഗോവിന്ദചാമിയെ എന്ന ചാർലി തോമസിനെ പിടിച്ച കഥ എല്ലാവർക്കും അറിയാം. ഒരു കിണറ്റിൽ നിന്ന് അയാളെ പൊക്കിയെടുക്കുന്നത് നമ്മൾ കണ്ടു. അയാളുടെ ഇടത് കൈ മുട്ടുപോലെ താഴോട്ടില്ല. നല്ല ആരോഗ്യവാനാണ്. ആ വ്യക്തിയെ കരയ്ക്ക് കയറ്റുന്ന സന്ദർഭത്തിൽ ഒരു നാട്ടുകാരൻ അവൻ്റെ ചെള്ളക്കിട്ടൊരടി കൊടുത്തു. അത് കേരളത്തിൻ്റെ അടിയാണ്. അത് ആ സമയത്ത് അത് ചെയ്യാൻ പാടില്ല എങ്കിലും ആ അടി നമ്മളെല്ലാവരും ക്ഷമിച്ചു, അത് കൊടുക്കേണ്ടതാണ്. പക്ഷേ ഗോവിന്ദചാമി എന്ന ഗോവിന്ദസ്വാമി അയാള് ഒരു സൈക്കോപ്പതാണ്. കാരണം ഒരു മനോരോഗിയാണ്, അല്ലെങ്കിൽ നമ്മൾ വിളിക്കാം ചിത്തരോഗി എന്ന് പറയും, അല്ല മതിഭ്രഷ്ടൻ എന്ന് നമ്മൾ പറയും. ഈ സൈക്കോപ്പത്തിൻ്റെ കാര്യങ്ങൾ പരിശോധിച്ചാൽ അയാൾക്ക് ജീവിതത്തിൽ ആരോടും അടുപ്പമില്ല, ആരോട് സ്നേഹമില്ല, അയാളുടെ വിക്ടിമിനോട് ഒരു സഹാനുഭൂതി പോലും ഉണ്ടാവില്ല. അതാണ് സൈക്കോപ്പത്തിൻ്റെ ലക്ഷണം. ഇയാൾ കൈമുറിഞ്ഞത് എങ്ങനെയാണെന്ന് ഒന്ന് പരിശോധിച്ചാൽ, ഇയാൾ തമിഴ്നാട്ടിൽ വെച്ച് ഇയാൾ ഒരു പട്ടാളക്കാരൻ്റെ മകനാണ്. ഇയാൾക്ക് നല്ല വിവരമുണ്ട്, നല്ല വിദ്യാഭ്യാസമുണ്ട്. അയാൾ 2 വീലർ ബൈക്ക് ഓടിച്ച് പോകുന്ന വഴിക്ക് അത് കയറ്റത്തിൽ എവിടെയോ വെച്ചിട്ട് അതിൻ്റെ സ്പീഡ് കുറയ്ക്കാൻ വേണ്ടി അയാൾക്ക് കഴിഞ്ഞില്ല. ആ സന്ദർഭത്തിൽ ബൈക്കിൻ്റെ ആ വീലിൻ്റെ ഗ്രില്ലിനകത്ത് ഇയാൾ കൈയിട്ട് അത് നിർത്താൻ ശ്രമിച്ചു. അങ്ങനെ കൈ പോയി എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ. കാരണം അത് തന്നെയാണ് ആ കേസ് അന്വേഷിച്ച അന്നത്തെ സബ് ഇൻസ്പെക്ടർ കണ്ടെത്തിയതും അങ്ങനെ തന്നെ. അങ്ങനെ അതായുള്ള മനസ്സ് നമ്മൾ ആലോചിച്ചോണം. അതാണ് ഗോവിന്ദചാമി. ആ ഗോവിന്ദചാമി ഇപ്പോൾ കണ്ണൂരിലെ 10-ാം ബ്ലോക്ക് ചാടി. അയാൾ അല്പം തെറ്റുപറ്റിപ്പോയി, ഞാൻ അയാളെ പിടിക്കില്ല എന്നാണ് കരുതിയത്. അല്പം തെറ്റുപറ്റിപ്പോയി അയാൾക്കെന്ന് അയാൾ ഇപ്പം പറയുന്നു. കാരണം റെയിൽവേ സ്റ്റേഷനിൽ അവിടുന്ന് കഷ്ടിച്ച് 1 കിലോമീറ്റർ ഉള്ളെങ്കിലും അങ്ങോട്ടുള്ള വഴി നിശ്ചയമില്ലായിരുന്നു. ഇയാൾ ചാടി നേരം വെളുത്തിട്ട് അങ്ങോട്ട് പോകാമെന്ന് കണക്കാക്കി അയാൾ ഒരു മരത്തിന്റെ ചോട്ടിൽ ഇരുന്നു. നേരം വെളുത്തെന്ന് കഴിഞ്ഞപ്പോൾ അയാൾ അവിടുന്ന് പതുക്കെ നടന്നു തുടങ്ങി. അയാളുടെ വാർത്ത കേരളം മുഴുവൻ പ്രചരിച്ചുകൊണ്ട് അവിടുത്തെ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് ഒരു സംശയം. കാരണം ഇയാളുടെ ഒരു കൈ തലയിലെ കെട്ടിനകത്ത് വെച്ചിരിക്കുന്നു, ഇടത് കൈ. എന്നിട്ട് കൂളായിട്ട് ഒരു പച്ച പാൻറ്റും ഒരു വെള്ള ഷർട്ടും ഇട്ട് നടന്നു പോകുന്നു. അത് കണ്ടപ്പോൾ അയാൾക്കൊരു ഡൗട്ട്. അയാൾ അതിൻ്റെ ഫോട്ടോ എടുത്തു. അയാൾ മറ്റു ചില ആൾക്കാരെ കൺവേ ചെയ്തു, പോലീസിനെ അറിയിച്ചു. അങ്ങനെയാണ് ഗോവിന്ദചാമിയെ നമുക്ക് പിടിക്കാൻ പറ്റിയത്. അതിൻ്റെ കഥകൾ നമ്മളെല്ലാവരും കണ്ടു. ഇപ്പം അയാളെ മെഡിക്കൽ പരിശോധന കഴിഞ്ഞിട്ട് അയാളെ കണ്ണൂർ ജയിലിലെ 10-ാം ബ്ലോക്കിൻ്റെ അടുത്ത ഒരു സെല്ലിലേക്ക് മാറ്റി അവിടുന്ന് അയാളെ വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റും എന്നാണ് ഇപ്പം വരുന്നത്. തീർച്ചയായിട്ടും അവിടുന്ന് മാറ്റണം. ഇയാളെ അറസ്റ്റ് ചെയ്ത് പോലീസ് വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകുമ്പോൾ ഇയാൾ കൈകൊണ്ട് ചില ആംഗ്യങ്ങളൊക്കെ കാണിച്ചു പത്രക്കാർ. വളരെ മോശമായ രീതിയിൽ ആ മുറിക്കൈ വെച്ച് വായുടെ അടുത്തോട്ട് കൊണ്ടുപോയൊക്കെ ചില വേലകൾ കാണിച്ചു. കൈകൊണ്ട് ഫിംഗർ കൊണ്ട് ചില വേലകൾ കാണിച്ചു. ഇയാളെ ഷൂട്ട് ചെയ്ത പത്രക്കാരെ കാണിക്കുകയായിരുന്നു. അയാളുടെ മനസ്സ് എന്താണ്, എത്ര വികലമാണ്, എത്ര ക്രൂരമാണ്. കാരണം അയാൾ ഒരു പെൺകുട്ടിയെ, സൗമ്യയെ എങ്ങനെയാണ് മൃതപ്രായരാക്കിയ ശേഷം അവളെ സെക്ഷൽ ആയിട്ട് ഉപയോഗിച്ച് കൊന്ന ഒരു വ്യക്തിയാണ് ഇയാൾ. ഒരു സൈക്കോപ്പത്ത് തന്നെ. ഒരു റിമോഴ്സും ഇല്ല, ഒരു ദുഃഖവുമില്ല, ഒരു പ്രയാസവുമില്ല. ജീവച്ഛവമായിട്ട് കിടക്കുന്ന ആൾക്കാരെ പോയി ക്രൂരമായ രീതിയിൽ ഇയാൾ പീഡിപ്പിക്കും. അതിന് ഇപ്പോഴും ആ മനസ്സ് തന്നെ ചെയ്തു പോയത് ഒരു കുറ്റമായിട്ട് കണക്കാക്കുന്നില്ല. അയാളുടെ ചിന്ത അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇയാൾ ഒരു സൈക്കോപ്പതി കേസാണ്. പേഴ്സണാലിറ്റി ഡിസോർഡർ ഇയാൾക്കുണ്ട്. അതുതന്നെ ഇയാൾക്കൊരു ഇമ്പയർഡ് എമ്പതി. ഇയാൾക്ക് ഒരിക്കലും ആരോടും ഒരു കടമയില്ല, സ്നേഹമില്ല, ദുഃഖമില്ല. മദ്യം മാത്രം കഴിച്ച് കൊണ്ടിരിക്കണം, അത് ലഹരി കഴിച്ചുകൊണ്ടിരിക്കണം, പിന്നെ സെക്സിലേക്ക് പോകണം. ഇതല്ലാതെ ആ മൈൻഡിനകത്ത് വേറൊന്നും കയറണം. അതുകൊണ്ട് മാത്രമാണ് അയാൾ ജീവിക്കുന്നത്. അങ്ങനെ ജീവിച്ച ഒരാളുണ്ട്, ചാൾസ് ശോഭരാജ്. ഇപ്പൊ ചാൾസ് ശോഭരാജ് ഫ്രഞ്ചിലുണ്ടെന്നാണ് കരുതുന്നത്. 81 വയസ്സ് കാണും. 1944 ജനിച്ചയാളാണ് ഫ്രാൻസിൽ. അയാൾ ഇന്ത്യയിൽ വന്ന് പല കൊലപാതകങ്ങളും, ഏഷ്യയിലെ പല ഭാഗത്തും പല കൊലപാതകങ്ങളും ചെയ്തു. അയാളെ അവസാനം നമ്മൾ 1976 പിടിച്ചു. ഇന്ത്യയിലെ തീഹാർ ജയിലിൽ നമ്മൾ ഇട്ടു.
അതിനുശേഷം 1986 ഇയാൾ തിഹാർ ജയിലിൽ ചാടി. ഇവിടെ ഇപ്പം നമുക്കറിയാം നമ്മുടെ ചാമിയും അല്ലെങ്കിൽ ചാൾസ് ശോഭരാജും ഇതേ രീതിയിൽ ജയിലിൽ ചാടി. അത് എത്ര പ്രാവശ്യം ജയിലിൽ ഇട്ടാലും വീണ്ടും ചാടാനുള്ള വഴികൾ നോക്കിക്കൊണ്ടേയിരിക്കും. അത് ആ സൈക്കോപ്പത്തിന്റെ ലക്ഷണമാണ്. ചാൾസ് ശോഭരാജും അതുപോലെ തന്നെ 2-3 പ്രാവശ്യം ചാടി. അവസാനം 76 അയാളെ പിടിച്ച് ജയിലിലിട്ട് തീഹാർ ജയിലിൽ 86 ചാടി. വീണ്ടും നമ്മൾ 2003 ഇയാളെ പിടിച്ചു നേപ്പാളിൽ നിന്ന്. ഇതിന് ശേഷം 2022 അയാളെ മോചിപ്പിച്ചു. അയാളെ ഫ്രഞ്ച് ഗവൺമെന്റിന് അവിടുത്തെ നാഷണാലിറ്റിയാണ് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. ഇന്ത്യയിൽ നിന്ന് ആ ശല്യം പോയി കിട്ടട്ടെ. കാരണം ഇപ്പൊ 51 വയസ്സുണ്ട് എങ്കിലും അയാൾ ഇപ്പോഴും ആക്റ്റീവാണ്. സൗകര്യം കിട്ടിയാൽ വീണ്ടും കൊല്ലും, വീണ്ടും സെക്സ് ചെയ്യും. നിരവധി സിനിമകൾ അയാളെ പറ്റി, ചാൾസ് ശോഭരാജിനെ പറ്റിയൊക്കെ ഇറങ്ങിക്കഴിഞ്ഞു ഇന്ത്യയിൽ. ദ സെർപ്പന്റ് എന്ന സിനിമ വലിയ വിവാദമായി, വലിയതായിട്ട് കളക്ട് ചെയ്ത സിനിമയാണ്. ഇതുപോലെയുള്ള ക്രിമിനൽസിനെ എക്സ്പോസ് ചെയ്ത് കാണിക്കുന്ന ധാരാളം സിനിമകൾ ഫ്രഞ്ചിലും ഏഷ്യയിലും പല സ്ഥലത്തും ചാൾസ് ശോഭരാജിനെ പറ്റി വന്നു കഴിഞ്ഞു. ഇനിയിപ്പം നമ്മുടെ ജയിലിൽ ചാടിയ ഗോവിന്ദ ചാമിയെ പറ്റിയൊക്കെ സിനിമകൾ ഒരുങ്ങും. ഇവരെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ളതാണ് ആ സിനിമ. പക്ഷേ ഇതുപോലെ സൈക്കോപ്പത്തിക്കായ ഒരാളെ സമൂഹത്തിന് ആവശ്യമില്ല എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. ഇയാളെ തൂക്കാൻ വിധിച്ചിട്ട് അതിൽ നിന്ന് ഇയാൾ രക്ഷപ്പെട്ട് അയാള് ഇപ്പം മരണം വരെ ജീവപര്യന്തം തടവിനാണ് ഇയാളെ വിധിച്ചിരിക്കുന്നത്. അയാൾക്കറിയാം ഇനി തനിക്ക് വെളിയിലോട്ട് ഇറങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് അയാൾ ഇപ്പോൾ ഇവിടുന്ന് ചാടി. ഇനി എവിടെ കൊണ്ടിട്ടാലും ശരി അയാളുടെ മനസ്സ് അങ്ങനെ വർക്ക് ചെയ്യുള്ളൂ. ചാടിക്കഴിഞ്ഞാൽ എവിടെയെങ്കിലും കയറി ആരെയെങ്കിലും സ്ത്രീകളെ അയാൾ ബലാത്സംഗം ചെയ്യും, ചിലപ്പം കൊല്ലും. അതുകൊണ്ടാണ് ഇയാൾ ചാടി. ഇപ്പം എന്നെപ്പോലെയുള്ള ആൾക്കാർ ഭയപ്പെട്ടു. കാരണം സൗമ്യയുടെ അമ്മ ഇയാൾക്കെതിരായിട്ട് കോടതിയിലെ അവർ മൊഴി കൊടുത്തതാണ്. അതുപോലെ തന്നെ ഇയാളെ പിടിച്ചു കൊടുക്കുന്ന സമയത്ത് ഒരു പത്രക്കാരനും മറ്റുള്ളവരും ഉണ്ട്, കോടതി വന്ന് സാക്ഷി പറഞ്ഞു. അവർക്കൊക്കെ തീർച്ചയായിട്ടും ത്രെട്ട് തന്നെയാണ് ഇയാൾ. നല്ല വൈരാഗ്യമുള്ള മനസ്സുള്ള ആളാണ്. അതിനുവേണ്ടി എന്തും ചെയ്യും. ഏത് രീതിയിലെങ്കിലും ജയിലിൽ ചാടി തൻ്റെ ഉദ്ദേശ സാധ്യത്തിന് അയാൾ പോവുകയും ചെയ്യും. ഇപ്പം കുറേ വർഷങ്ങളായിട്ട് അയാൾ ജയിലിൽ കിടക്കുന്നു. അയാൾക്ക് മറ്റു രീതിയിലുള്ള രതിവൈകൃതമൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ആദ്യമായിട്ട് പ്രാമുഖ്യം കൊടുക്കുന്നത് അതിന് തന്നെ ആയിരിക്കും ജയിലിൽ ചാടിയാൽ. അതുകൊണ്ടാണ് എന്നെപ്പോലുള്ളവർ അത് ഭയപ്പെട്ടത്. കാരണം ഇയാളെ എത്രയും പെട്ടെന്ന് പിടിക്കണം. ഇയാളെ പിടിക്കാൻ കഴിയില്ല എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. കാരണം ഇങ്ങനെയുള്ള ചാൾസ് ശോഭരാജിൻ്റെയൊക്കെ അയാളുടെയൊക്കെ കഥ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ അയാൾ 86 ചാടി കഴിഞ്ഞ ശേഷം പിന്നെ 2003 അയാളെ പിടിക്കാൻ പറ്റുള്ളൂ. അത് നേപ്പാളിൽ വെച്ച് പിടിച്ചു. അപ്പൊ ഇവിടെ ഇയാൾ ചാടിക്കഴിഞ്ഞാൽ ഇയാൾ തീർച്ചയായിട്ടും തമിഴ്നാട്ടിലേക്ക് പോകും. ഇയാൾ ആന്ധ്ര, തമിഴ്നാട്, കർണാടക, അതുപോലെ മഹാരാഷ്ട്രയിൽ എല്ലാം ഇയാൾക്ക് നല്ല കോണ്ടാക്ട് ഉണ്ട്. ഇയാൾക്ക് നല്ല സാമ്പത്തികം ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അതേപ്പറ്റിയൊന്നും നമ്മൾ ഇതുവരെ അന്വേഷിച്ചിട്ടില്ല. ഇനി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പം ജയിൽ ചാട്ടത്തിന് കൂടി വന്ന അയാൾക്ക് ഒരു 6 മാസം അല്ലെങ്കിൽ 1 വർഷത്തെ ശിക്ഷ അഡീഷണൽ. ഇയാൾ ജീവപര്യന്തം തടവിൽ കിടക്കുന്ന ആളാണ്. മരണം വരെ കിടന്നേ പറ്റുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ഒരു 6 മാസമോ 1 വർഷമോ 2 വർഷമോ ശിക്ഷിക്കുന്നതൊന്നും അയാൾക്ക് പ്രശ്നമല്ല. അയാളുടെ ശ്രമം ഏതെങ്കിലും മാർഗത്തിൽ വീണ്ടും ചാടിക്കിടക്കാൻ പറ്റുമോ, ജയിലിൽ ചാടാൻ പറ്റുമോ എന്നുള്ളത് തന്നെയായിരിക്കും. അതുകൊണ്ട് ഇയാളെ ഇനി വളരെ ശ്രദ്ധാപൂർവം സൂക്ഷിച്ചില്ലെങ്കിൽ ഇയാൾ വീണ്ടും ചാടും. അല്ലെങ്കിൽ ചിലപ്പം അയാളെ സൂക്ഷിക്കുന്നവരെ ചിലപ്പം കയറി അറ്റാക്ക് ചെയ്തെന്ന് വരും. ആ രീതിയിലുള്ള ഒരു ക്രിമിനലാണ് ഇയാൾ എന്നിപ്പം നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഒരു സൈക്കോപ്പതിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരു മനുഷ്യനാണ്. പെർസിസ്റ്റന്റ് ആയിട്ട് ഇയാളുടെ ഒരു ആന്റി സോഷ്യൽ ബിഹേവിയർ ആണ്. കാരണം പത്രക്കാരെ കാണിച്ചപ്പോൾ തന്നെ അയാളുടെ ആന്റി സോഷ്യൽ ബിഹേവിയർ നമ്മൾ കണ്ടു. അയാള് സർവത്ര ആൾക്കാരോടും എതിർപ്പുള്ള ഒരു വ്യക്തിയാണ്. ആരോടും ഒരു സഹാനുഭൂതിയില്ല, ഒരു ദയയില്ല, ഒരു സ്നേഹമില്ല. സ്വന്തം അപ്പനും അമ്മയോടും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതും കാണാൻ സാധ്യത വളരെ കുറവാണ്. അങ്ങനത്തെ ഒരാളാണ്. അങ്ങനെ ഒരു വിചിത്രമായ മനസ്സുള്ള ഒരു സൈക്കോപ്പതാണ് ഇയാൾ. എന്തായാലും ഇയാൾ ഇനി ജയിലിൽ ചാടുന്നത് വളരെ ഡേഞ്ചറസ് ആണ്. കിട്ടിയത് നമ്മുടെ ഭാഗ്യം. ഇയാളെ കിട്ടാൻ സാധ്യത വളരെ കുറവ്. സ്വല്പം സ്ലിപ്പ് അയാൾക്ക് പറ്റിപ്പോയി. അല്ലായിരുന്നെങ്കിൽ ഇയാളെ കിട്ടില്ല. റെയിൽവേ ട്രാക്കിൽ എത്തിക്കഴിഞ്ഞാൽ ഇയാൾ പിന്നെ ആ വഴി രക്ഷപ്പെട്ടതിനെ പിന്നെ ഇയാളെ കേരളത്തിലോ തമിഴ്നാട്ടിലോ ഇയാൾ എങ്ങോട്ട് പോകും നമുക്ക് പറയാൻ ഒക്കില്ല. കാരണം ഇയാൾക്ക് ബോംബെയിലും അവിടുത്തെ അണ്ടർവേൾഡിലൊക്കെ ഇയാൾക്ക് നല്ല രീതിയിലുള്ള ബന്ധങ്ങളുണ്ട്. അവിടെയൊക്കെ താമസിക്കുന്ന തടസ്സമില്ല. ഇയാൾ ഒരു സൈക്കോപ്പത് ആയതുകൊണ്ട് ആ രീതിയിൽ ഇയാൾ എല്ലായിടത്തും ഒളിച്ചും പാത്തും പതുങ്ങിയും നടക്കുന്ന വ്യക്തിയാണ്. നമ്മളെപ്പോലെ ആരും അത് റോഡിൽ കൂടെ നടക്കുമോ ഒന്നും അയാൾ ചെയ്യില്ല. അതാണ് അയാളുടെ ജീവിത രീതി. എവിടെയെങ്കിലും സെക്ഷലായിട്ട് ഏതെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ട് അത് ചെയ്ത് അടങ്ങിയേ അത് ചെയ്തിരിക്കും ഇയാൾ. കാരണം ആ സ്ത്രീയോ കുട്ടിയാണെന്നോ കൊച്ചുകുട്ടിയാണെന്നോ ഈ പുരുഷനാണെന്നോ അല്ലെ കൊച്ചു പയ്യനാണെന്നോ ഒന്നും അയാൾക്ക് ചിന്തയില്ല.
അയാളെ അർജ് പ്രേരണ അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഇയാള് ഇപ്പം ജയിലിൽ ചാടിയെങ്കിലും ഇയാളെ എവിടെ സൂക്ഷിച്ചാലും ഇയാളെ വളരെ കാര്യമായ രീതിയിലുള്ള പ്രൊട്ടക്ഷൻ ഇല്ലെങ്കിൽ ഇയാൾ വീണ്ടും ചാടും. അത് സമൂഹത്തിനും നമുക്കും ഒക്കെ വളരെ ഡേഞ്ചറസ് ആണ്.